കസിരംഗ നാഷണൽ പാർക്കിലെ വെസ്റ്റേൺ റേഞ്ച് ബഗോറിയിലാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ സിംഗിൾ ഹോൺ റിനോസറസിനെയും മറ്റ് അനേകം മൃഗങ്ങളെയും കണ്ടുള്ളൊരു ജിപ്സി സഫാരിയായിരുന്നു. ഈ പോകുന്നതെല്ലാം എലിഫന്റ് സഫാരിക്കുള്ള ആനകളാണ്. ഇന്ന് സഫാരി ഇല്ലാത്തത് കൊണ്ട് എല്ലാം തിരിച്ചു പോകുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ യാത്ര ചെയ്യുന്നത് നാഷണൽ പാർക്കിൻ്റെ ഏരിയയിലൂടെയാണ്. ആനിമൽ ക്രോസിംഗ് സൈൻ ബോർഡുകൾ റോഡ് മുഴുനീളം കാണാം. വണ്ടികൾ സ്പീഡിൽ പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് ബ്രേക്കറും വെച്ചിട്ടുണ്ട്. കസിരംഗ നാഷണൽ പാർക്ക് ആസാം സംസ്ഥാനത്തിലെ ഗോലാഘാട്ട്, സോനിത്പൂർ, ബിശ്വനാഥ്, നാഗോൺ ജില്ലകളായി വ്യാപിച്ചു കിടക്കുന്നു. കസിരംഗ നാഷണൽ പാർക്കിന് 5 റേഞ്ചസ് ഉണ്ട്. ലോകത്തിലെ 2 ഇന്ത്യൻ ഖണ്ഡാമുഖങ്ങൾക്കും ആതിഥേയത്വം വഹിക്കുന്ന പാർക്ക് യുനെസ്കോ ലോക പൈതൃക സൈറ്റാണ്. ആസാം സർക്കാരിൻ്റെ വനം വകുപ്പും ചില അംഗീകൃത വന്യജീവി NGOസും സംയുക്തമായി നടത്തിയ 2018 മാർച്ചിലെ സെൻസസ് പ്രകാരം കസിരംഗ നാഷണൽ പാർക്കിലെ ഖണ്ഡാമുഖങ്ങളുടെ എണ്ണം 2613 ആണ്. ഇപ്പോൾ സമയം 9 മണി. ഇനി നമ്മുടെ ലക്ഷ്യം അരുണാചൽ പ്രദേശിലെ തവാങ്ങാണ്. ഇവിടുന്ന് ഇനി ഒരു 390 കിലോമീറ്റർ യാത്രയുണ്ട്. ഏകദേശം ഡ്രൈവിംഗ് തന്നെ 11 മണിക്കൂർ എടുക്കും. ആ സൈഡിലായിട്ട് റിന നിൽക്കുന്നത് കാണാം. ഇതൊക്കെ ആനിമൽസിൻ്റെ കോറിഡോർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വണ്ടി നിർത്താൻ പറ്റിയല്ല. ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് കേട്ടോ. റോഡിൻ്റെ ഇടതുവശം കൃഷിത്തോട്ടങ്ങളും ഗ്രാമങ്ങളുമാണ്. വലതുവശം നാഷണൽ പാർക്കിൻ്റെ ഭാഗങ്ങളാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് റോഡിൽ നിന്ന് തന്നെ വന്യമൃഗങ്ങളെ കാണാനാവും. ആസാമിലെ തേയിലത്തോട്ടങ്ങൾ. നമ്മളിന്ന് രാത്രി വന്നതുകൊണ്ട് തേയിലത്തോട്ടം ഉണ്ടോന്നും കണ്ടില്ല കേട്ടോ. ാണ് തേയിലത്തോട്ടമൊക്കെ ഉണ്ടെന്ന് കാണുന്നത്. നോക്കൂ ചെയ്തു. ആസാം വന്നിട്ട് തേയിലൊന്നും കണ്ടില്ലല്ലോ. നമ്മളിപ്പം ആസാമിലെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രാമത്തിലൊരു പുള്ളിയാണെങ്കിൽ മീൻ പിടിക്കുന്നത് കണ്ടു. അത് കണ്ടിട്ട് നിർത്തിയതാട്ടോ. ഒരു കൊട്ട പോലത്തെ ഒരു സാധനമാണ്. അതിൽ വലയായിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരു ഗ്രാമീണ കാഴ്ച. ഈ കാണുന്ന കണ്ടത്തിൽ നിന്ന് മീൻ പിടിക്കുവാണ്. ആ കൊട്ടയെ വെച്ചിട്ട് മീൻ പിടിക്കും. മീൻ പിടിച്ചിട്ട് ആ കൊട്ടയ്ക്കകത്ത് മീനുണ്ടെങ്കിൽ ആ മീൻ പറക്കിയെടുത്ത് പുറകിൽ കാണുന്ന ആ കൂടയ്ക്കകത്തേക്ക് ഇടും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയ ധാബയാണ് പഞ്ചാബി ധാബ. വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറ് കണ്ടതാട്ടോ. ഇതിനാണെങ്കിൽ ഒരു നല്ലൊരു മധുരവും ഒക്കെ ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെയൊരു സാധനം കണ്ടിട്ടില്ല. നല്ല ടേസ്റ്റും. നമ്മളിപ്പോൾ വീണ്ടും ബ്രഹ്മപുത്ര നദീനെ ക്രോസ് ചെയ്യുവാണ്. 2 പാലമുണ്ട്. ഇതിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി മാത്രം. അങ്ങോട്ട് പോകാനുള്ള വഴിക്ക് വേറൊരു പാലം. 2 വടാ പാലം. നമ്മളിപ്പോൾ പോകുന്നത് നമ്മേരി നാഷണൽ പാർക്കിൻ്റെ ഒരു വശത്തുകൂടിയാണ്. ആസാമിലെ സോനിത്പൂർ ജില്ലയിലെ കിഴക്കൻ ഹിമാലയത്തിൻ്റെ താഴ്വരയിലാണ് നമ്മേരി ദേശീയോദ്യാനം. തേസ്പൂരിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മേരി അതിൻ്റെ വടക്കൻ അതിർത്തി അരുണാചൽ പ്രദേശിലെ പഖുയി വന്യജീവി സങ്കേതവുമായി പങ്കിടുന്നു. അവയെല്ലാം ചേർന്ന് 1000 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയാണുള്ളത്. അതിൽ നമ്മേരിയുടെ ആകെ വിസ്തീർണം 200 സ്ക്വയർ കിലോമീറ്റർ ആണ്. നമ്മേരി ദേശീയ ഉദ്യാനം 2000 ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടു. മനാസ് കടുവ സങ്കേതത്തിന് ശേഷം ആസാമിലെ 2ാമത്തെ കടുവ സങ്കേതമാണിത്. ആസാമിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 22 കിലോമീറ്ററും കൂടെ ഉണ്ട്. 22 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ ബാലുപോം എന്ന സ്ഥലമെത്തും. ആസാം കഴിഞ്ഞ് അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ ഇവിടുന്ന് ഇനി തവാങ്ങിന് ഒരു 300
2 കിലോമീറ്റർ ഉണ്ട്. ഇതൊരു വേറെ രീതിയിലുള്ളൊരു മീൻപിടുത്തം കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് ആസാം അരുണാചൽ പ്രദേശിൻ്റെ ബോർഡറിലാണുള്ളത്. ബോർഡറിന് മുമ്പായിട്ടുള്ള ഗ്രാമത്തിലെ കാഴ്ചയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ മീനൊക്കെ പിടിക്കുന്നത് കണ്ടോ. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ പുല്ല് പോലെ കണ്ടോ, ആ പുല്ലിനകത്തുനിന്ന് നല്ല ഇലകളൊക്കെ പറിച്ച് സബ്ജി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന കേട്ടോ. ഒരു 4 പേര് മീൻ പിടിക്കുന്നത് കാണാൻ പറ്റും നമുക്കിപ്പോൾ. ആ കൊട്ടയാണെങ്കിൽ വെള്ളത്തിലേക്ക് മുക്കിയിട്ട് ഒരു കാലും കൊണ്ട് നിലത്തിട്ട് കുറേ ചവിട്ടും, എന്നിട്ട് ആ കൊട്ട പൊക്കും. ഇവിടുത്തെ സ്ത്രീകൾ കൊച്ചുകുട്ടികളെ ഇങ്ങനെ തുണിയിൽ പുറകിൽ കെട്ടിയാണ് കൊണ്ടു നടക്കുന്നത്. ഭൂട്ടാനിൽ വെച്ചും കുട്ടികളെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് കണ്ടിരുന്നു. റോഡിൻ്റെ വലതുവശത്തുകൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. നദിയുടെ പേരാണ് കമേങ്. ഈ നദിയിൽ വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അവിടെ വന്നേക്കുന്ന സഞ്ചാരികളുടെ വണ്ടികളാണ് ഈ പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാലുപോങ് എന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണെങ്കിൽ ബോർഡർ ആട്ടോ, ആസാമിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും. നമ്മളിപ്പോൾ ആസാം കഴിഞ്ഞ് അരുണാചൽ പ്രദേശിൻ്റെ ഉള്ളിലോട്ട് കയറി. അവിടെ കോഴിക്കടയിൽ കോഴിനെ കൊന്ന് പപ്പും പൊടിയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. കാലോട് കൂടിയാ. ഫ്രണ്ടിൽ കാണുന്നത് കോഴിക്കടയാണ്. ആ കൊട്ടക്കകത്ത് മുഴുവൻ കോഴിയാണ്. അരുണാചൽ പ്രദേശിലെ പടിഞ്ഞാറൻ കമേങ് ജില്ലയിലെ ഹിമാലയത്തിന്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് ബാലുപോങ്. സമുദ്രനിരപ്പിൽ നിന്ന് 213 അടി ഉയരത്തിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കമേങ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ടൗൺ ബാലുപോങ് സർക്കിളിന്റെ ആസ്ഥാനമാണ്. ഇന്നർ ലൈൻ ചെക്ക് പോസ്റ്റ് ബാലുപോങ്ങിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പോകുന്ന റോഡാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഭൂട്ടാനൊക്കെ പോകുന്ന റോഡിൻ്റെ ഫീലാട്ടോ. മലകളും സൈഡിലാണെങ്കിൽ റിവറും. വണ്ടിയിൽ ഹാഫ് ടാങ്ക് പെട്രോൾ ഉണ്ട്. ഇനി പോകുന്നത് മലകയറ്റവും പെട്രോൾ പമ്പ് ഇനി കിട്ടുമോന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ടാവാം ഇനി യാത്ര. ഫുൾ ടാങ്ക് പോയാ നമ്മൾ അരുണാചൽ പ്രദേശിൽ പെട്രോൾ അടിക്കാൻ നിർത്തിയതാട്ടോ. ഇവിടുത്തെ റേറ്റ് കണ്ടോ, നിങ്ങൾ ഞെട്ടും. 94.33. ഇന്ന് ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 24 ഡിസംബർ. പെട്രോളിന് 94.33, ഡീസലിന് 83.67. इसमें थोड़ा सा खट्टा मिलेगा. उसके बाद में हल्का सा मतलब सेंट होगा इसका ना, अलग सा. क्या डिफरेंस हो दिस वन एंड दिस वन? सेम है दोनों. जो मतलब ये जो मतलब जैसे आपका मीन वाला ना, कुटा वाला, ये जो आपका बॉयल में भी खा सकते हैं, ये फ्राई में भी दोनों सेम है. सेम सिस्टम चला. ओके. या आप चिकन होते हैं ना, उसका सब बॉयल में तीमूर होता है ना, एक तो रोटी छोटा छोटा करके वो डाल करके, ये डाल करके आप आराम से खा सकते हैं. और आप फिश का साथ भी खा सकते हैं,
मटन का साथ भी खा सकते हो, ये पिग का साथ भी खा सकते हो। हर मतलब इसमें डालकर भी खा सकते हो, ऐसे भी बना करके खाते हैं। नागा डिश वगैरह बना के खाने के लिए बहुत अच्छा। हम लोग का यहाँ में तो मैक्सिमम तो अरुणाचल में तो सारा यही चलता है। हम लोग क्यों से यहाँ का लोकल है तो ये आइटम। What is the price? ये 50, ये 150, ये 300, 200, 150। നേരെ ഫ്രണ്ടിലെ ആ മല നിറച്ച് വാഴ. ആൾക്കാർ നട്ടതാണോ അതെയോ കാട്ടിലുണ്ടായി നിൽക്കുന്ന പോലെ ചുമണ്ടായി നിൽക്കണോ? നട്ടതൊന്നും അല്ലാന്ന് തോന്നുന്നു. അവിടെ നിന്ന് കയറാനൊന്നും പറ്റിയല്ല. ചെങ്കുത്തായ മലയുടെ മുകളിലും സൈഡിലൊക്കെ വാഴ നിൽക്കണം കേട്ടോ. സിലിഗുരിക്ക് പോകുന്ന ബസ്. നമുക്കിനി പോകേണ്ടത് ആ കാണുന്ന വഴി കയറി വളഞ്ഞ് കണ്ടോ ആ മേളത്തെ വഴിക്കൂടെ വേണം പോകാൻ കേട്ടോ. പിന്നെ അങ്ങ് കണ്ടോ ആ ഒരു ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ഏരിയ കണ്ടോ, ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. മലയുടെ ഒരു സൈഡിലായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റും ഒരു ചെറിയ കടയും ഒക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട കട പോലത്തെ കടയാണ്. ഇവിടെയാണെങ്കിൽ ഈ കടയിൽ മുഴുവൻ ഉപ്പിലിട്ട സാധനങ്ങളാട്ടോ. ഇത് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടുള്ള ബാമ്പു, ഇത് സ്ലൈസ് ചെയ്ത് നേരെയുള്ള കട്ട് ചെയ്യാത്ത ബാമ്പു ചെത്തി എടുത്തിട്ടുള്ള. ഇതെന്ത് ഇത് ഇറച്ചിക്കറി ഉണ്ടാക്കൂലേ, നമ്മള് മട്ടൻ ചിക്കനൊക്കെ ഉണ്ടാക്കൂലേ, അത് നമ്മൾ ഉണ്ടാക്കുന്നവരെ ഭയങ്കര മസാല തേങ്ങ അരച്ചൊന്നും അല്ല ഇവരുണ്ടാക്കുക. അപ്പൊ അതിന്റെ കൂടെ കുറച്ചെണ്ണം ഇത് ഇടും, ഇതിങ്ങനെ കോരി തിന്നും. നല്ല ടേസ്റ്റ് തിന്നാൻ. നമുക്ക് മനസ്സിലാവില്ല ഇത് ഇറച്ചിയാന്ന് വിചാരിക്കും അങ്ങനെ തിന്നുമ്പോ. കണ്ടിഞ്ഞ അങ്ങനത്തെ എന്തോ ഒരു സാധനം പോലെ തോന്നുമല്ലേ. പിന്നെ ഈ വച്ചേക്കുന്നതൊക്കെ മുളകച്ചാറാട്ടോ. മുളക് അച്ചാറെന്ന് പറയാൻ പറ്റില്ല, ഇതൊക്കെ മുളക് ഉപ്പിലിട്ട് വെച്ച് നമ്മള് ഉപ്പിലിട്ട് വെക്കുന്ന പോലെ ആണ്. ഇതെല്ലാം പല ടൈപ്പ്. അത് കാന്താരി മുളക്, പിന്നെ വലിയ മുളക്, പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഇതിൻ്റെ മീനാട്ടോ, മീൻ അച്ചാറ്. നമ്മൾ അരുണാചൽ പ്രദേശിലോട്ട് കയറുമ്പോൾ മുതൽ കാണുന്ന കാഴ്ച കേട്ടോ. ഇങ്ങനത്തെ കടകളിൽ ഇതേപോലത്തെ ഐറ്റംസൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നത്. പുൽച്ചൂല് കിട്ടിച്ചാണ് കേട്ടോ, പച്ച പുൽച്ചൂല കേട്ടോ, ഉണങ്ങിയിട്ടില്ല. പ്രാവ്, ഇഷ്ടംപോലെ പ്രാവ്. പ്രാവിനൊന്നും പേടിയില്ലേ? ബാ ബാ. നമ്മൾ അരുണാചൽ പ്രദേശിൽ കയറിയിട്ടുള്ള ലഞ്ച് കേട്ടോ. എന്താ കൂർക്കയാണോ? ഇത് മുളകാണോ? മുളകാണോ തക്കാളിയാണോ? ഇത് മുളകാന്ന് തോന്നുന്നു. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് മൊബൈലിൻ്റെ ഫ്ലാഷ് വെളിച്ചത്തിലാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്തൊരു നോൺ വെജ് ഊണാണ്. തിരക്കിടില്ലാത്ത ഭക്ഷണമായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി യാത്ര തുടർന്നു. നമ്മൾ കുറേ നേരം മലകളുടെ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ച് നമ്മളിപ്പം തിപ്പേന്ന് പറഞ്ഞൊരു ഗ്രാമത്തിന് അവിടെ എത്തിയിരിക്കുകയാണ്. തിപ്പേന്ന് പറഞ്ഞ ഗ്രാമം ഉണ്ടോ, കുറേ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല പഴയ രീതിയിലുള്ള വീടുകളൊക്കെയാണ് കാണാൻ പറ്റുക എൻ്റെ മേളിൽ കേട്ടോ. സുജിത്തേട്ടനോട് റെസ്റ്റ് എടുത്തോളം പറഞ്ഞ് ഞാൻ ഡ്രൈവിംഗ് ഏറ്റെടുത്തു. സൂര്യൻ മലയുടെ മറുവശത്തായതുകൊണ്ട് ചിലയിടങ്ങളിൽ സൂര്യൻ്റെ നല്ല പ്രകാശം, ചില ഭാഗങ്ങളിൽ സന്ധ്യയായ പ്രതീതിയാണ്. ഓരോ മലയും മാറി മാറി കയറിയാണ് നമ്മൾ പോകുന്നത്. ഡ്രൈവിംഗ് ക്രേസുള്ളവർക്ക് പറ്റിയ റൂട്ടാണിത്. ചിലയിടങ്ങളിൽ റോഡിൻ്റെ വീതി കൂട്ടം നടക്കുന്നു.
വണ്ടികളെല്ലാം പൊടി പാറി പറപ്പിച്ചാണ് പോകുന്നത്. ഇവിടെ നേരത്തെ സന്ധ്യയാവും. ഒരു 4:30 ആകുമ്പോഴേക്കും ഇരുട്ട് വരും. രാത്രി യാത്രയുടെ കാഴ്ച വീഡിയോയിൽ കാണിക്കുന്നില്ല. തെങ്ങ, ബോംഡില്ല, ഡിറാങ് കഴിഞ്ഞ് ഒരു 7:30 കൂടി രാമ ക്യാമ്പ് എന്ന സ്ഥലത്തെത്തി. ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഡിന്നറും കഴിച്ച് റൂം തപ്പി നടന്നെങ്കിലും ഒന്നും കിട്ടിയില്ല. എല്ലാം തന്നെ ഫുള്ളായിരുന്നു. പിന്നെ കാറിൽ തന്നെ കിടന്നുറങ്ങി.